തൃശ്ശൂർ പൂരത്തിന് ഞങ്ങൾ തിരുവമ്പാടി വിഭാഗത്തിനുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനും അതുപോലെ തന്നെ ലോകത്തിലെ പൂരത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാവരെയും അറിയിക്കുവാനുമാണ് ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സർക്കാരും ആദ്യമൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ പങ്കെടുത്തിരുന്നു. അത് ഏറ്റവും തുടക്കത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതിനുശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകൊണ്ട് പിന്നീട് ഉദ്യോഗസ്ഥരുമായിട്ടാണ് എല്ലാ യോഗങ്ങളും ഉണ്ടായത്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി എല്ലാ വർഷവും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല അതൊക്കെ അവിടെ മിനിറ്റ്സ് ആക്കിയതുമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാത്രി മഠത്തിലെ വരവിന് റോഡുകളെല്ലാം ബാരിക്കേഡ് വെച്ച് അടച്ചുപൂട്ടി ജനങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 2 മണി വരെ ജനങ്ങൾക്കൊക്കെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 4 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വെടിക്കെട്ട് തുടങ്ങുക. പ്രത്യേകിച്ച് പാറമേക്കാവിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വെടിക്കെട്ട് ഇപ്രാവശ്യം. അപ്പോൾ ജനങ്ങളെ മുഴുവൻ അകറ്റി നിർത്തി ഈ പൂരത്തിൻ്റെ മുമ്പിൽ വെറും വാദ്യങ്ങളും ഏതാനും കമ്മിറ്റിക്കാരെയും മാത്രമേ അകത്തേക്ക് അവർ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഈ വർഷവും തുടർന്നപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയി. അവിടെ ബാരിക്കേഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട്, പോലീസ് മേധാവികളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു, ദയവ് ചെയ്ത് വളരെ അകലെ നിന്നും കഷ്ടപ്പെട്ടു വരുന്ന ജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനും അവർക്ക് പൂരം ആസ്വദിക്കുവാനുമുള്ള വഴിയൊരുക്കണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് അവരോട് പറഞ്ഞു. അവരത് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല, കേൾക്കാൻ തന്നെ തയ്യാറായില്ല. മാത്രമല്ല ഞങ്ങളോട് കയർക്കുകയായിരുന്നത്. ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, അത് പാലിച്ചേ പറ്റൂ. അപ്പോൾ എവിടെ പോയാലും ഇത് തന്നെയാണ് പറയണം, കമ്മീഷണർ നിർദ്ദേശമുണ്ട്, അത് ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ. അപ്പോൾ ഇത്തരം നടപടികൾ തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുത്തു. അതായത് ഇങ്ങനെ ജനങ്ങളെ പ്രവേശിപ്പിക്കാതെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു മഠത്തിലെ വലിയ പൂരമോ നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി യോഗം കൂടി തീരുമാനിച്ച് അപ്പം തന്നെ എല്ലാ പന്തലുകളിലെയും ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് അതേമാതിരി തന്നെ മഠത്തിലെ വരവ് വാദ്യക്കാരെയെല്ലാം പിരിച്ചുവിട്ട് ഒരു ചടങ്ങ് മാത്രമായി ഒരാനപ്പുറത്ത് നാക്കിനാൽ പന്തലിൽ വന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അന്നുണ്ടായത്. ഞങ്ങൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഈ ഒരു വിവരം വിളിച്ച് അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിവെക്കരുതെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾക്ക് നിർത്തിവെക്കാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. കാരണം ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഇനി ജനങ്ങളെ കയറ്റിവിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ വെടിക്കെട്ട് സമയത്ത് അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ പ്രത്യേകം പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും നിർത്താൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുത്തുകൊണ്ട് ഇവരെയൊക്കെ അകറ്റി മാറ്റി നിർത്തുക. ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ അവർ ജനങ്ങൾ പാവങ്ങൾ എത്രയോ അകലെ നിന്ന് വരുന്നതാണ്. അവർ സ്ത്രീകളുണ്ട്, കുട്ടികളും അടക്കം അനേക ദൂരയാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുന്നവരെയൊക്കെ പ്രധാനപ്പെട്ട റോഡിൽ നിന്നും വളരെ മാറ്റി എല്ലായിടത്തും ബാരിക്കേഡുകൾ വെച്ച് തടയുക. ഈ ഒരു ജലപീരങ്കിയുടെ മാത്രമേ ആവശ്യം കുറവുള്ളൂ. ഇവിടെ ബാക്കിയെല്ലാം അത്രയധികം പൂരത്തിന് മുന്നോടിയായി എല്ലാ സ്ഥലത്തും ഗ്രൗണ്ടിന് ചുറ്റും ബാരിക്കേഡുകൾ നിരത്തി വെച്ചിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാതെ ഞങ്ങൾ വെടിക്കെട്ട് നടത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു ഞങ്ങൾ ജില്ലാ കളക്ടറോട്.
അപ്പോൾ ജില്ലാ കളക്ടർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ആൾക്കാരെയൊക്കെ നിർത്താനും അതുപോലെ തന്നെ പണിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഉറപ്പിന്മേൽ ഞങ്ങൾ വീണ്ടും വന്ന് ഇവിടെ ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും വെടിക്കെട്ട് നടത്താം എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇതുമാത്രമല്ല, ഇനി മറ്റു ചില കാര്യങ്ങൾ. ഇപ്പോൾ വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ കുടകളുമായി വരുന്ന ആൾക്കാരെ കമ്മീഷൻ തടയുണ്ടായി. കുടമാറ്റം കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയത്തെ കുടകളുമായി വന്നു. കുടകൾ അകത്തേക്ക് അനുവദിക്കാതെ അവിടെ തടഞ്ഞു നിർത്തി. അവിടെ വലിയൊരു സംഘർഷം ഉണ്ടായി അവിടെ. അതുപോലെ തന്നെ ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്ന ആൾക്കാർ അവരോടും വളരെ മോശമായ രീതിയിൽ പെരുമാറി. ഇങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി. എനിക്ക് വ്യക്തിപരമായി കൂടി അന്ന് രാവിലെ വെടിക്കെട്ട് നടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് അവിടെ നിൽക്കുന്നൊരു ഉദ്യോഗസ്ഥൻ ഇതേമാതിരി ചോദിച്ചു, നിങ്ങൾ പേര് പറഞ്ഞിട്ട് പോകണം, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്, ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും എന്നോട് പറയുന്നു, പ്രസിഡൻ്റല്ല ആരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പോവുകയാണെങ്കിൽ തിരിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയും ചെയ്യും തിരിച്ചു വരികയും ചെയ്യും, ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത്തരം പെരുമാറ്റങ്ങൾ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മാറിയാലേ ഇനി പൂരം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പോലീസെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല കുറേ കൂടി ജനകീയമാണ്. പല വീഡിയോസും അതിനു മുമ്പ് മുമ്പുള്ളവരൊക്കെ എങ്ങനെയാണ്, മുമ്പുള്ള ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയാണ് പൂരം നടത്തിയിരുന്നത്, ജനങ്ങളുമായി വളരെ നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തി എത്ര നല്ല രീതിയിൽ നടന്നു പോയിരുന്നു എന്ന് നാം പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ പൂരം നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ പൂരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂർ വന്നപ്പോൾ വളരെ ലേറ്റായിട്ടും കൂടി രാത്രി അദ്ദേഹം ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സമയം നൽകി. ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില കാര്യങ്ങൾ, ദേവസ്വത്തിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ ആ പ്രശ്നവും കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിച്ച് ഉടൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. ഇതൊക്കെ വളരെ ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നേ പറ്റൂ. പിന്നെ ഈ ഇന്നലെ വെടിക്കെട്ട് നടന്നല്ലോ, ജനങ്ങളെയൊക്കെ കയറ്റി നിർത്തിയല്ലോ. അതീവ സുരക്ഷയോടുകൂടി നടത്തുന്നൊരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് മാറി മാറി പരിശോധിച്ചിട്ടാണ് നടത്തുന്നത്. അത്രയ്ക്കധികം സുരക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ കാലങ്ങളിൽ നടത്തുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അകത്തേക്ക് കയറി നിന്നാലൊന്നും പ്രശ്നമില്ല. ഇന്നലെ അവരെയൊക്കെ കയറ്റി നിർത്തി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും വരും വർഷങ്ങളിൽ അതല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് പ്രതികരിക്കുന്നത്. അല്ല, കമ്മീഷണർ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഇടപെട്ടിട്ടാണ് സ്ഥലം മാറ്റേണ്ടത്. തിരുവമ്പാടി ദേവസ്വമല്ല, എല്ലാവരും, എല്ലാ ജനങ്ങളും, മനസ്സിലായോ, എല്ലാ ജനങ്ങളും ആരാണോ കമ്മീഷണറാണോ ആരാണോ പൂരത്തിനെതിരെ നിൽക്കുന്നത്, നിയമപരമായി നമുക്ക് അതിനെ നേരിടണം ആരാണെങ്കിലും. ഏതാ അല്ല, അത് എല്ലാ വർഷവും ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണത്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ മാത്രം ഇത്തരം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ?
ഇത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്, പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ വർഷവും പൂരം നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളും അവസാന നിമിഷം ഞങ്ങൾക്ക് കോടതിയിൽ പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. ഇത് ഞങ്ങൾക്ക് പലപ്പോഴും ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന് തോന്നൽ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. ഈ പൂര കമ്മിറ്റിക്കാരോട് മീറ്റിങ്ങുകളിൽ തൊട്ടേ കമ്മീഷണർ ഒരു നെഗറ്റീവായിട്ടാണ് എല്ലാം ഇടപെട്ടത്. മാധ്യമപ്രവർത്തകർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവസ്വങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമാണ്. ഇയാൾ വ്യക്തിപരമായി പൂരത്തിലെ കമ്മീഷണറുടെ ഒരു പെരുമാറ്റം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത്? അല്ല, ആ പെരുമാറ്റത്തിനെ വിലയിരുത്താന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് മീറ്റിങ്ങുകളിൽ. അത് ഞങ്ങൾക്കുള്ള ഒരു വിഷമം ഞങ്ങൾ അപ്പം തന്നെ പ്രകടമാക്കി കേസ് എടുക്കും എന്ന് വരെ പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല. കേസ് വരെ എടുക്കും എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊന്നും ശരിയായ രീതിയല്ല. ഇതൊരു ജനകീയ കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം തരണം. പൂരം നടത്തുമ്പോൾ ഞങ്ങളാണ് പൂരം നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ പൂരം നടത്തണമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്നല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇവരാരും ഇടപെടേണ്ട ആവശ്യമില്ല. മനസ്സിലായി, ഇടപെടാൻ സമ്മതിക്കില്ല ഞങ്ങൾ. ഇത് അവിടെ ഒരു തീരുമാനം എടുക്കും, അത് കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടും. എന്നിട്ട് ലാത്തി ചാർജ്, ഞങ്ങളുടെ വാരക്കടി, വിളക്ക് പഠിക്കുന്ന വാരക്കടി, എക്സിബിഷൻ അടപ്പിക്കുക, പൂരപ്രദർശനം. ഈ എക്സിബിഷൻ അടപ്പിച്ചത് തൃശ്ശൂർ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. മഠത്തിലെ വരവ് നിന്നതും ഈ ഒരു കാരണം കൊണ്ട് നിന്നത് ആദ്യമായിട്ടാണ്. പല കാരണങ്ങളും കൊണ്ടും മഴയും കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്. അപ്പോഴേ അത് ആദ്യത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് ഇനിയുള്ള യോഗങ്ങളിൽ, അതായത് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണ് എല്ലാവരും സഹകരിച്ച് നടത്തേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ കുറേയൊക്കെ നമ്മൾ സഹിക്കുകയാണ്. ഇത് ഇനി സഹിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത് ആരും ഇല്ലാതെ റോഡിൽ കുറച്ച് പോലീസുകാരും ഇത് മാത്രമായിട്ട് ഞങ്ങളെന്തിനും പൂരം നടത്തണം? അതിപ്പോ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട്, അത് പ്രകാരം അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ചാണ് വേറെ കാര്യം. പക്ഷെ അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ല, അതിനെ മറികടക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കോടതിയുടെ മുമ്പാകെ വ്യക്തമാക്കണം. അത് ഇത് മിനിറ്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും നിങ്ങളിങ്ങനെ തടയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് നിർത്തിവെച്ചത്. ജനങ്ങൾക്ക് ആസ്വദിക്കാൻ, പൂരം ആസ്വദിക്കാൻ കഴിയണം, വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, എന്തായാലും അത് ഒരാനപ്പുറത്ത് ഇതായി, ചടങ്ങ് മാത്രമായി, വെടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞു. വെടിക്കെട്ടിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായി. അന്ന് രാവിലെ തന്നെ ശശി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. എഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷമേ അതിനകത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും? സമയം എത്ര കിട്ടും? 2-3 മണിക്കൂർ വേണ്ടേ? ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ്, ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും, മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും, ഇവിടെ വന്നാലൊക്കെ മാറി, എല്ലാം അടച്ചുപൂട്ടി. ഞങ്ങളകത്ത് കയറുന്ന ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, അവർക്കൊന്നും അകത്തേക്ക് പ്രവേശിക്കാനോ, അല്ലെങ്കിൽ ഒരു ആദ്യം മാഗസീൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറയും, അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും. ഞങ്ങളാരെയും അങ്ങനെ വിളിക്കുകയുണ്ടായിട്ടില്ല.
അദ്ദേഹം അവിടെ പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചാണ്ടായിരുന്നു, അവിടെ ഒരുമിച്ചാണ്ടായിരുന്നു. അല്ല, അദ്ദേഹം അവിടെ വന്നിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു. മറ്റേ സുനിൽകുമാർ വന്നിരുന്നു, മറ്റേ മന്ത്രി രാജൻ മിനിസ്റ്റർ വന്നിരുന്നു. പൂരമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും അതിൻ്റെ അക്കട്ട് വ്യക്തമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചു. എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ്. അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരുടെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു PA എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. അതൊരു ഗ്രൂപ്പ് ഡയലിംഗാണ് തോന്നുന്നു. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത്. രാത്രിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് സംസാരിക്കാമെന്നും പറഞ്ഞു. ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ആ ഉത്സവത്തിലേക്ക് ചെറിയ ചെറിയ രാഷ്ട്രീയം അതിൽ കലർത്തരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. മറ്റു കാര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ടതിൽ ഞങ്ങൾക്ക് തിരുവമ്പാടി ദേവസ്വത്തിന് ഇടപെട്ട് ഉടനെ തന്നെ അതിൻ്റെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ച് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ കൺസേൺഡ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് തിരുവമ്പാടി തട്ടകക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഇഷ്യൂ വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ തുടർന്ന് ഇതിനൊരു അന്വേഷണം വേണം. ഏറ്റവും കാതലായ വിഷയം സാമ്പിൾ ദിവസം 17-ാം തീയതി എക്സിബിഷൻ്റെ കൗണ്ടറിൽ തൊട്ട് തന്നെ അപ്പുറത്ത് തന്നെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിട്ടും ആ ഓഫീസിൽ ഞങ്ങൾ എക്സിബിഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പർമാരിയ്ക്കുമ്പോൾ ധനലക്ഷ്മി ബാങ്കാണ് ഈ കൗണ്ടർ നടത്തുന്നത്. ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ സ്റ്റാഫിനെ നിർത്തിവെക്കാനും അത് പിന്നീട് അറിയിക്കുന്ന വിധത്തിലേക്ക് ഒരു ചരിത്രത്തിലുണ്ടാവാത്ത ഒരു സംഭവമാണ്. കിഴക്കേ അതായത് വടക്കുനാഥൻ്റെ കിഴക്കേ ഭാഗത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത്, പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സാമ്പിൾ വെടിക്കായിട്ട് നടക്കുന്നത്. ഒരു ബന്ധവുമില്ല. ആ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ എക്സിബിഷൻ അടയ്ക്കാൻ പറഞ്ഞു. അതേപോലെ പൂര ദിവസവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. അത് ഒരു പൊട്ട ഒരു കീഴ്വഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ കമ്മീഷണർ സ്ഥലം മാറ്റുകയോ സസ്പെൻഡ് എന്താണ് നിങ്ങളുടെ ഒരു പരാതി? പ്രതീക്ഷിക്കുന്നത് അല്ല, മാതൃകാപരമായ ഒരു ശിക്ഷ അങ്ങോട്ട് കൊടുക്കണം. മാതൃകാപരമായ ഞങ്ങളിപ്പോൾ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഇതില്ല. ഇത് തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എന്നുള്ളത് മുൻ പരിചയമുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്.
അവരുമായി സംസാരിച്ച് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കാണ്ട് ഒരു ഹോംവർക്കും നടത്താണ്ട് സ്വന്തം ഇഷ്ടം നടത്തുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം എത്തിയത്. അത് അദ്ദേഹത്തിന് വിനയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ലൈഫിൽ തന്നെ ഇത് ഏറ്റവും കറുത്തൊരു അധ്യായം, ഇതൊരു ചരിത്രത്തിൽ എഴുതി വെക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ഒരു ലൈഫിൽ തന്നെ ഒരു അടഞ്ഞ അധ്യായം അല്ലെങ്കിൽ കറുത്ത അധ്യായമായിട്ടായിരിക്കും ഇത് കാണിക്കുക. ഇത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റിലേക്ക്, പൂരം എന്നുള്ളതിലേക്ക് കേരളത്തിലെ എല്ലാ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ വരുന്നു. അതിന് സ്പെഷ്യൽ ട്രെയിൻ ഇടുന്നു, എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഫുൾ ടൈം ഒഫീഷ്യൽസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പറയാനുള്ളത്, ഞങ്ങൾക്ക് പൂരം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. ഇരു ദേവസ്വങ്ങൾക്കും ഘടകപൂരങ്ങൾക്കും ദേവസ്വങ്ങൾക്ക് അതിൻ്റെ പൂരങ്ങൾ നടത്താനും അതിൻ്റെ ലോ ആൻഡ് ഓർഡറും നിയമങ്ങളൊക്കെ അവർ പാലിച്ചോട്ടെ. അതെങ്ങനെയാണെങ്കിൽ അതിൻ്റെ പറയുന്ന വിധത്തിലൊക്കെ പാലിച്ചോട്ടെ, ഞങ്ങളൊക്കെ അതിനൊക്കെ തയ്യാറാണ്. പക്ഷേ ഒരു ഗുണ്ടാരാജ് അല്ലെങ്കിൽ ഒരു പോലീസ് രാജ് ഇവിടെ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്. വെറുതെ ലാത്തി ചാർജ് നടത്തുക. പൂരം കാണാൻ വന്നവർ അവരവിടെ ഒരു അജിറ്റേഷനും നടത്തിയിട്ടില്ല. എല്ലാവരും ബാരിക്കേഡ് വെച്ച് കെട്ടി ഭംഗിയായിട്ട് വെച്ചുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒന്ന് ഓളിയിടുന്നു, ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കണം, പൂരം കാണണം. ഇതിനെ എന്താ പറയുക, ഒരു ലാത്തി വീശി ഓടിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതിൽ പരം മോശം, തൃശ്ശൂരിന് തന്നെ ഒരു മോശമായി മാറിയിരിക്കുകയാണ്. അത് പോലീസ് സേനയ്ക്ക് എത്രത്തോണ്ട് ഇതിലൊരു മോശമുണ്ടായിട്ടുള്ളത് നമുക്കറിയില്ല. ഞാനിപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ കമ്മീഷണറുടെ ആ തീരുമാനത്തിന് എതിർക്കാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ലെവലിലാണ് അവരെല്ലാവരും ഇതിൽ അവർക്ക് മാനസികമായ പ്രശ്നമുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേന്നുള്ളത്. സുദർശൻ ഇരു ദേവസ്വങ്ങളുമായിട്ട് വളരെ ഭംഗിയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതിൽ ഈ വലയത്തിൽ കിടന്ന് അങ്ങൊരു നീളം വെക്കുക എന്നല്ലാണ്ട് അദ്ദേഹം അത്രയും ദേവസ്വങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇതിലൊക്കെ ഇതൊരു പര്യവസാനത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു പങ്ക് വഹിച്ചുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സുദർശൻ. അദ്ദേഹത്തെയും ഇതിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങളത് മുഖ്യമന്ത്രിയെയും എൻ്റെ കൺസേൺഡ് ആൾക്കാരെയും ഞങ്ങളത് ധരിപ്പിക്കും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇവർക്കെതിരെ മാതൃകാപരമായി മുഖ്യമന്ത്രി എടുത്ത തീരുമാനം ദേവസ്വങ്ങൾ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു വെടിക്കെട്ട് മുമ്പായിട്ടൊരു സുരക്ഷാ പരിശോധനയോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബ്രീഫിങ്ങോ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ കമ്മീഷൻ മാത്രം ഒതുങ്ങുന്നതല്ല, ഉന്നത ഉദ്യോഗസ്ഥരിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് തന്നെയല്ലേ? അല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്നും അറിയില്ല. അതേമാതിരി ഇവിടുത്തെ IG അല്ല, അവരും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നിർത്തിവെച്ചതിന് ശേഷം അവിടെ പോയപ്പോൾ അപ്പോൾ അവർ പല കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് ഇതൊക്കെ നിർത്തിവെച്ചിട്ട് പിന്നെ അവരൊന്നും നിർദ്ദേശം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിതെല്ലാം രേഖാമൂലം ഓരോ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ഘടകപൂരങ്ങളുടെയും എല്ലാം വളരെ വിശദമായിട്ട് ഞങ്ങൾ മുൻകൂട്ടി അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ച് ഓരോ നിർദ്ദേശങ്ങളും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുമുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടെയുണ്ട്, എല്ലാവർക്കും ഓരോ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഘടകപൂരങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്നറിയണു. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് വരുമ്പോൾ ഒരുപാട് പ്രശ്നം ബസ്സുകളൊക്കെ വന്ന്. അപ്പോൾ ഇത് ഈ സുരക്ഷാ നടപടികൾ ആവശ്യത്തിന് മാത്രം, അതായത് പ്രത്യേകിച്ച് കഠിന നിയന്ത്രണങ്ങൾ ആവശ്യത്തിന് മാത്രം ആക്കി ഭംഗിയായ രീതിയിൽ പൂരം നടത്താൻ ഞങ്ങൾക്ക് അനുവാദം തരും. എന്നാലിത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും, ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി അംഗങ്ങളുണ്ട്, വളണ്ടിയേഴ്സുണ്ട്, ഞങ്ങൾ നടത്തിക്കോളും വളരെ ഭംഗിയായിട്ട്. 11 മണിക്ക് ഒരു വിഷയം ഉണ്ടായിട്ടേ 7 മണി വരെ നീണ്ടുള്ള മുഖ്യ കാരണം എന്താണ് 11 മണിക്ക് ഈ വിഷയമുണ്ടായ ഉടനെ തന്നെ ഞങ്ങൾ ജില്ലാ കളക്ടറെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പന്തലിൽ, നടുവിലാൽ പന്തലിലേക്ക് ഉടനെ എത്താമെന്ന് പറഞ്ഞിരുന്നു. അതാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചത്. ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു യോഗം കൂടി ഒരു തീരുമാനം എടുക്കണമല്ലോ. ഞങ്ങൾ എന്തായാലും അത് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭരണസമിതി അംഗങ്ങളുണ്ട്, ആഘോഷ കമ്മിറ്റി അംഗങ്ങളുണ്ട്. പിന്നെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവരുമായി സംസാരിച്ച് എല്ലാവരും കൂടി യോജിച്ചൊരു തീരുമാനം ഉണ്ടെങ്കിൽ അടുത്ത തീരുമാനം അറിയിക്കാൻ സാധിക്കും. എത്ര സമയം എടുത്തു ഈ ഒരുക്കങ്ങൾ നടത്താൻ, ഈ മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് വെടിക്കെട്ടിന്റെ സാമഗ്രികൾ നിർത്താൻ? അത് 2 മണിക്കൂർ.
അതിനിടയിൽ പാറമേക്കാവ് വെടിക്കെട്ട് നടത്താൻ പോവാന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്കതറിയില്ലായിരുന്നു. പാറമേക്കാവ് നടത്താൻ പോവാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടി. പക്ഷെ ഞങ്ങൾക്ക് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. സുരക്ഷാ നടപടി അല്ല കേട്ടോ, അല്ലാത്ത കടുത്ത നിയന്ത്രണങ്ങൾ നിങ്ങളുടെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ ഉണ്ടാവില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത്.